ചെവിയിൽ കൂടി നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. കുട്ടികളെ അടിച്ചിട്ട് ഒരു കുട്ടിക്ക് ചെവിക്കടിയിൽ ചെവി കുട്ടി ആ കുട്ടിയും ഇതൊക്കെ അത് ഇവരുടെ കളവാണ്, അത് കളവാണ്, ഭീമത്താണ് ഭീമത്താണ് എന്ന് പറയുന്നത് വേറൊരാണ്. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഞാൻ ആ കുട്ടിയുടെ സുഹൃത്തു കുട്ടിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. വേറെ ആവശ്യത്തെ കുറിച്ചാണ് ഇങ്ങനത്തെ കുട്ടികൾ വന്ന് നോക്കും. അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ ഡോക്ടർ മുന്നിലാണ് എന്നാണ് ഡോക്ടർ മുന്നിലാണ് ഞാൻ ഇരുന്ന് പറഞ്ഞിട്ട് സംസാരിക്കാം എന്നുള്ളതാണ്. ആരാ ഡോക്ടറാണ് ഈ അടികൊണ്ട കുട്ടിയെയും കൊണ്ട് മറ്റേ കുട്ടി ഡോക്ടർ മുന്നിൽ ആണ്. എന്നിട്ട് ഈ സംഭവത്തെക്കുറിച്ചാണ് പച്ച നുണയാണ് എഴുതിയത്. അതങ്ങനെ സംഭവിച്ചിട്ടില്ല, മദ്യതാവിൽ പോയിട്ടില്ല, മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ല, വെറുതെ പറഞ്ഞതാണ്, അത് നുണയാണ്, ദീപത്താണ് എന്നത് വേറെ ആളുകൾ. അലൈക്കും വറഹ്മത്തുള്ളാ. സംസാരിക്കുന്നത് ജാമ്യയിലെ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഉണ്ടായ ഞാനും ലിയാഖുദ്ദീൻ ഫൈസി ഉസ്താദും തമ്മിലുണ്ടായ ഈ സംഭവ വികാസം അത് സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്നത് തീർത്തും കേൾക്കുന്ന പോലെയല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പലരും എന്നെ ദർസിൽ പഠിപ്പിച്ച ഉസ്താദിനെയും അതുപോലെ തന്നെ ജാമ്യയിലെ ഉസ്താദുമാരെയും വേദനിപ്പിക്കുന്ന വിധത്തിൽ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി അത് ഉസ്താദുമാർക്ക് വല്ലാത്തൊരു വേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. സാധാരണ ദർസിലും കോളേജിലും ഉണ്ടാകുന്നൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് പരാതിപ്പെടേണ്ട ആൾ ഞാനാണ്. എനിക്കില്ലാത്ത ഈ പരാതി മറ്റുള്ളവർ അത് ഏറ്റെടുത്ത് ഒരു പരാതിയാക്കി എന്നെ ദർസിൽ പഠിപ്പിച്ച ഉസ്താദിനെയും വലിച്ചയച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രചാരണം അത് ഒരിക്കലും ശരിയായതല്ല, യോജിച്ച പരിപാടിയല്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞത് അതിൻ്റെ വസ്തുത ശരിയാണ്. പക്ഷേ എനിക്ക് മുമ്പുണ്ടാകുന്ന ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത്. അല്ലാതെ ജാമ്യയിലെ ഉസ്താദുമാർ കാരണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റർ അത് തീർത്തും ശരിയായ വാർത്തയല്ല, അത് തെറ്റാണ്. അതാണ് എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നത്. കാരണം വലിയ അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉസ്താദുമാർ അറിയാറുണ്ട്. ഇത് സാധാരണ പോകുന്ന പോലെ ഞാൻ പോയതാണ്. അതൊരു വലിയ സംഭവമാക്കി ഉസ്താദ് കളവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഉസ്താദിന് ഫോൺ ചെയ്ത് യാസർ ഫൈസി ഉസ്താദിന് ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വല്ലാത്തൊരു വിഷമമുണ്ട്. അതുകൊണ്ട് ഇനി ആരും അതിൻ്റെ പിന്നാലെ പലതും പറഞ്ഞ് വിഷമിക്കേണ്ടതില്ല. അതിൻ്റെ സത്യാവസ്ഥയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ വിഷയം ഉണ്ടായത്. ഞാനാണ് ഇതിനെ പ്രതികരിച്ചിട്ടുള്ളതും. ഇത് സംബന്ധമായി ആരും ഇനി ഒന്നും പറയരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.